മൂന്നാറിൽ നമ്മള് റെറ അപ്രൂവ്ഡ് പ്രൊജക്ട് വളരെ ഇല്ല എന്ന് തന്നെ പറയാം. എന്റെ അറിവിലില്ല. ഇല്ല, മിക്കവാറും ഇത് ചിലപ്പോ ആദ്യത്തെ ആവാം, എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, ചിലപ്പോൾ ആദ്യത്തെ ആവാം. അങ്ങനെ റെറ അപ്രൂവ്ഡ് പ്രൊജക്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇത് വരുന്നത് ആനച്ചാൽ ഭാഗം. നമ്മൾ എല്ലാവർക്കും അറിയാം, മൂന്നാറിന്റെ ഭാഗങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്ന ഏരിയ ആണ്. അതായത് നമ്മുടെ അടിമാലിന്ന് നെക്സ്റ്റ് ഒരു പോയിന്റ് ആണ് ആനച്ചാൽ. മൂന്നാറിന് എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു 10 കിലോമീറ്റർ മുമ്പുള്ള ഒരു പോയിന്റാണ് ആനച്ചാൽ. അവിടെയാണ് മെയിൻ ആയിട്ടുള്ള പല റിസോർട്സും, അതായത് പല ഇന്റർനാഷണൽ ബ്രാൻഡ്സ് അടക്കമുള്ള റിസോർട്സും അവിടെയാണ് ലൊക്കേറ്റ് ചെയ്തത്. IHCLന്റെ അറിയാലോ, നമ്മുടെ താജിന്റെ അവിടെ ഇപ്പൊ ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇതിൻ്റെ അകത്തൊരു വില്ലയാണ്, ആൾക്ക് വില്ല വാങ്ങിക്കാം, സെക്കൻഡ് ഹോം എന്നുള്ള ഇടയ്ക്ക് വന്ന് താമസിക്കാം. എങ്കിൽ കൂടിയും അതുപോലെ അവർക്കൊരു സെക്കൻഡ് ഇൻകം കൂടിയാണ് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു വർഷത്തില് ഇപ്പോഴത്തെ CAGR റിപ്പോർട്ട് അനുസരിച്ചിട്ട് 8 to 12% നമുക്ക് ഗ്രോത്ത് ആണ്. അതായത് കേരളത്തിന്റെ ഒരു ബാക്ക് ബോൺ ആണ് ടൂറിസം. അപ്പൊ അത്രയും ജനങ്ങളെ അക്കോമഡേറ്റ് ചെയ്യാൻ റൂംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സീസൺ ടൈമിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് കാര്യം. അപ്പൊ അതിൻ്റെ അകത്ത് വരാൻ പോകുന്നത് അടുത്ത ഒരു 3-4 വർഷം അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ തന്നെ 10 മടങ്ങുള്ള പൊട്ടൻഷ്യലാണ് നിലവില് മൂന്നാർ ഇരിക്കുന്നത്, കേരളം ഒട്ടാകെ ഇരിക്കുന്നത്.